നോക്ക് നോക്ക് ഐസൊക്കെ പതിവായി പോകാറുള്ള വഴി, മുന്നിലെ ചതുപ്പ് കമലാക്ഷി അമ്മ ശ്രദ്ധിച്ചില്ല. എൻ്റെ മകനായി നിൽക്കണല്ലേ മകൻ. അത് കണ്ട ഞാൻ ഇതിലേ പോരാനാ ഇങ്ങോട്ട് വന്നു. അപ്പം അവിടെ വന്നപ്പോഴത്തേക്ക് അത് ഉറച്ച് കിടക്കണമെന്നൊക്കെ കണ്ട് അങ്ങനെ അതിൽ ചവിട്ടിയപ്പോൾ 2 കാലം തന്നു, ഇത്രയും വരെയും തന്നു. ആളനക്കമില്ലാത്ത ഇടം, ജീവനും മരണത്തിനുമിടയിൽ പിടിവള്ളിയായത് ചീമക്കൊന്നയുടെ ചെറുശിഖരം. ഞാൻ അവിടെ കിടന്നിട്ട് എന്നെ പിടിച്ചിട്ട് ഇവർ കയറ് കൊണ്ടുവന്ന് പോകാൻ, അതിലൊക്കെ എനിക്ക് കാലും മുണ്ടൊക്കെ ചുറ്റിയ കാരണം എനിക്ക് കയറാൻ പറ്റില്ല. രക്ഷാകരവുമായി കമലാക്ഷി അമ്മയുടെ അരികിൽ ആദ്യം ഓടിയെത്തിയത് അടുത്ത വീട്ടിലെ സീന. അപ്പോഴേക്കും നേരം 4 മണിക്കൂർ പിന്നിട്ടു. ഇപ്പോൾ ജനലിൻ്റെ കർട്ടൻ നീക്കാനായിട്ട് സ്വല്പം നീക്കിയെടുത്ത സമയത്ത് ഇവിടെ ഒരു അനക്കം പോലെ കേട്ടു. അപ്പോൾ ഞാൻ വെന്ത കോഴി അങ്ങനെ എന്തേ ആയിരിക്കുമെന്ന് പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്ക് ഒരു കൈ കണ്ട്. അപ്പം ഓടി വന്ന് നോക്കുമ്പോൾ ഈ അമ്മ ഇങ്ങനെ കിടക്കുന്നു. പിടിച്ചോ കൂട്ടം പിടിച്ചോ. നമ്മുടെ രക്ഷാപ്രവർത്തനത്തോടൊപ്പം എടുത്തു പറയുന്ന അമ്മയുടെ ഒരു ധൈര്യം കൂടിയാണ്. അവിടെ ചെറിയൊരു കമ്പുണ്ടായിരുന്നു, ഉണങ്ങിയ കമ്പ്. ആ കമ്പിൽ പിടിച്ചത് കൊണ്ടാണ് അമ്മ കഴുത്തുകൂടി മുങ്ങിപ്പോവാതെ നമ്മൾ ചെല്ലുന്നവരെ അവിടെ കിടക്കാൻ പറ്റിയത്. ഈ 76-ാമത്തെ വയസ്സിലും മത്സ്യബന്ധനത്തിന് പോകുന്ന കമലാക്ഷി അമ്മയുടെ മനോവീര്യമാണ് അതിജീവനത്തിൽ തുണയായത്. ഞാൻ മീൻ പിടിക്കാൻ പോകാറുണ്ട്. അത് കല്ലിൽ നിന്നാണ് മീൻ പിടിക്കണത്. കല്ലിൽ നിന്ന് എനിക്ക് ചെമ്പല്ലി, കരിമീൻ, പൂള ഇതൊക്കെ കിട്ടും. അതുപോലെ ധൈര്യത്തിൽ ഇറങ്ങിയതാ. അശാസ്ത്രീയമായ പൈലിംഗ് വേസ്റ്റ് നിക്ഷേപത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. പ്രദേശം വേലി കെട്ടിത്തിരിക്കണം എന്നുള്ളത് സ്ഥല ഉടമയോട് ആവശ്യപ്പെടണം എന്നുള്ള കാര്യം മരട് മുനിസിപ്പാലിറ്റിയിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ട്. നന്ദി പറച്ചിലിനിടയിലും നടവഴിയിൽ മരണക്കുഴി തീർത്തവരോട് കമലാക്ഷി അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട്. വേസ്റ്റിൻ്റെ കവറൊക്കെ കൊണ്ടുവരും. അവിടെ ഇടാൻ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും ഇവിടെ ഇടണ്ട, കൊണ്ടുപോയിക്കോന്ന് പറയും. എവിടെയെങ്കിലും കൊണ്ട് തള്ളിക്കോന്ന് പറയും. പറഞ്ഞാൽ കേട്ടില്ല ഒലക്കെ എടുക്കുമെന്ന് പറഞ്ഞു. ഇത് ഒരു അതിജീവനത്തിൻ്റെ കഥയായി മാത്രം മാറ്റി നിർത്തരുത്. ഇവിടെ കൺ തുറക്കേണ്ടത് അധികാരികളാണ്. ഒപ്പം തിരുത്തപ്പെടേണ്ടത് ഈ മരണക്കയം ഒരുക്കിയവരും. ബിനു തോമസിനൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.